ഹലോ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു തിയറം ആയിരുന്നു പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നത്. തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയായിരുന്നു: എ ഫൈനൈറ്റ് ഫീൽഡ് ഗാൽവാസ് ഫീൽഡ് ഓഫ് ഓർഡർ p raised to n of p raised to n elements exist for every prime power p raised to n. ഏതൊരു p പ്രൈം എടുത്തിട്ടുണ്ടെങ്കിലും p raised to n ഓർഡർ ഉള്ള ഒരു ഫൈനൈറ്റ് ഫീൽഡ്, അതിനെ നമ്മൾ ഗാൽവാസ് ഫീൽഡ് എന്ന് വിളിച്ചു. ആ ഫീൽഡ് എക്സിസ്റ്റ് ചെയ്യും എന്നുള്ളതിന്റെ പ്രൂഫായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടിട്ടുണ്ടായിരുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് അതിന്റെ ഒരു കൊറോളറിയാണ്, ആ തിയറത്തിന്റെ ഒരു കൊറോളറിയാണ്. കൊറോളറിയുടെ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ്: if f is any field, then for every positive integer n there is an irreducible polynomial in f of x of degree n. ഒരു ഫൈനൈറ്റ് ഫീൽഡ് എടുക്കുന്നു f, ഏത് പോസിറ്റീവ് ഇന്റിജർ n എടുത്താലും n ഡിഗ്രി ആയിട്ടുള്ള ഒരു ഇറെഡ്യൂസിബിൾ പോളിനോമിയൽ f of x ൽ ഉണ്ടായിരിക്കും എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പം അത് പ്രൂവ് ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം നമ്മൾ കഴിഞ്ഞ പ്രൂഫിലേക്ക് നോക്കുക, കഴിഞ്ഞ തിയറത്തിന്റെ പ്രൂഫിലേക്ക് നോക്കുക. അവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് സെഡ് പി എന്ന് പറയുന്ന ഒരു ഫീൽഡ് എടുക്കുന്നു, അതിന്റെ ഒരു ഓൾജിബ്രൈക് എക്സ്റ്റൻഷൻ എടുക്കുന്നു, സെഡ് പി ക്ലോഷർ. അങ്ങനെയാണെങ്കിൽ കെ എന്ന് പറഞ്ഞിട്ട് സെഡ് പി ക്ലോഷറിന്റെ ഒരു സബ്സെറ്റ് ഉണ്ടാവും, സച്ച് ദാറ്റ് കെ കണ്ടെയ്ൻസ് ദ റൂട്ട്സ് ഓഫ് അല്ലെങ്കിൽ സീറോസ് ഓഫ് ദി പോളിനോമിയൽ എക്സ് റേസ് ടു പി റേസ് ടു എൻ മൈനസ് എക്സ്. അങ്ങനെയാണെങ്കിൽ കെ ഒരു ഫീൽഡ് ആയിരിക്കും, കെയുടെ ഓർഡർ പി റേസ് ടു എൻ ആയിരിക്കും. ഇങ്ങനെയായിരുന്നു നമ്മൾ കഴിഞ്ഞ പ്രൂഫ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇവിടെ നമ്മൾ തുടങ്ങുന്നതും ഇതേപോലെ തന്നെയാണ്. സപ്പോസ് ലെറ്റ് എഫ് ബി എ ഫൈനൈറ്റ് ഫീൽഡ്. എഫ് ഒരു ഫൈനൈറ്റ് ഫീൽഡ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഓർഡർ ഒരു പ്രൈം പവർ ആയിരിക്കും, പി റേസ് ടു സം ആർ എന്ന് പറയുന്ന രൂപത്തിലായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ലെറ്റ് mod f is equal to some p raised to r. അതിനെ നമ്മൾ q എന്ന് വിളിക്കുന്നു. p raised to r ആണ് എഫിന്റെ ഓർഡർ എന്ന് വിചാരിക്കുക. അതായത് എഫിൽ p raised to r എലമെന്റ്സ് ഉണ്ട് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് ഓഫ് എഫ് ഇസ് p. എഫിന്റെ ക്യാരക്ടറിസ്റ്റിക് p ആണ്, അതിന്റെ ഓർഡർ നമ്പർ ഓഫ് എലമെന്റ്സ് എന്ന് പറയുന്നത് p raised to r ആണ് എന്നെടുക്കും. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ തിയറം പ്രകാരം എഫിൽ നേരത്തെ നമ്മൾ പി എലമെന്റ്സ് ഉള്ള സെഡ് പി ആയിരുന്നു കൺസിഡർ ചെയ്തിരുന്നത്. ഇപ്പൊ നമ്മൾ പി റേസ് ടു ആർ എലമെന്റ്സ് ഉള്ള എഫ് ആണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പം ജനറലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ദർ എക്സിസ്റ്റ് എ ഫീൽഡ് കെ വിച്ച് ഇസ് എ സബ് ഫീൽഡ് ഓഫ് എഫ് ക്ലോഷർ കണ്ടെയ്നിങ് സെഡ് പി അപ് ടു ഐസോമോർഫിസം ആണ്. അതായത് സെഡ് പി എക്സാക്ട്ലി അല്ല, സെഡ് പി അപ് ടു ഐസോമോർഫിസം. നമ്മൾ നേരത്തെ പറഞ്ഞതിന്റെ ജനറലൈസേഷൻ ആണ്, അപ് ടു ഐസോമോർഫിസം. മാത്രമല്ല കെയിലെ എലമെന്റ്സ് പ്രിസൈസ്ലി എക്സ് റേസ് ടു, നേരത്തെ നമ്മൾ എടുത്തിരുന്നത് എക്സ് റേസ് ടു പി റേസ് ടു എൻ മൈനസ് എക്സിന്റെ റൂട്ടുകളായിരുന്നു. പക്ഷെ ഇവിടെ വരുന്ന സമയത്ത് പി റേസ് ടു ആർ ആണ് എഫിന്റെ ഓർഡർ. നേരത്തെ സെഡ് പിയുടെ ഓർഡർ പി ആയിരുന്നു, പി ആയിരുന്നത് കൊണ്ട് എക്സ് റേസ് ടു പി റേസ് ടു എൻ മൈനസ് എക്സ് എന്നാണ് പോളിനോമിയൽ വന്നത്. പക്ഷെ ഇവിടെ എന്ത് വരും? ഇവിടുത്തെ ഓർഡർ എന്ന് പറയുന്നത് പി റേസ് ടു ആർ ആണ്. സോ എക്സ് റേസ് ടു പി റേസ് ടു ആർ ഹോൾ റേസ് ടു എൻ എന്ന് വരും. സോ കെയിലെ എലമെന്റ്സ് എന്ന് പറയുന്നത് പ്രിസൈസ്ലി ദ എലമെന്റ്സ് ഓഫ് കെ വിൽ ബി ദ സീറോസ് ഓഫ് ദ പോളിനോമിയൽ എക്സ് റേസ് ടു പി റേസ് ടു ആർ ഹോൾ റേസ് ടു എൻ, അല്ലെങ്കിൽ എക്സ് റേസ് ടു പി റേസ് ടു ആർ എൻ മൈനസ് എക്സ്. ഈ പോളിനോമിയലിന്റെ റൂട്ട്സ് ആയിരിക്കും കെയിൽ എലമെന്റ്സ്. ഇനി നമ്മൾ പ്രൂവ് ചെയ്യാൻ വേണ്ടി പോകുന്നത്, നമ്മൾ ക്ലെയിം ചെയ്യുന്നത് കെ എന്ന് പറയുന്നത് എഫ് ക്ലോഷറിന്റെ സബ് ഫീൽഡ് ആണെന്ന് നമുക്കറിയാം. ഇനി പ്രൂവ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എഫ് സബ് ഫീൽഡ് ഓഫ് കെ, അല്ലെങ്കിൽ കെ എന്ന് പറയുന്നത് എഫിന്റെ തന്നെ ഒരു എക്സ്റ്റൻഷൻ ഫീൽഡ് ആണ് എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ എഫ് ഈസ് എ സബ് ഫീൽഡ് ഓഫ് കെ എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പൊ നമ്മൾ ഇതിലെ എഫിലെ എലമെന്റ്സ് എന്ന് പറയുന്നത്, നമ്പർ ഓഫ് എലമെന്റ്സ് എന്ന് പറയുന്നത് പി റേസ് ടു ആർ ആണ്. മുന്നേ നമ്മളൊരു തിയറം പഠിച്ചിട്ടുണ്ടായിരുന്നു, പി റേസ് ടു എൻ എലമെന്റ്സ് ഉള്ള ഒരു ഫീൽഡിലെ എലമെന്റ്സ് എന്ന് പറയുന്നത് എക്സ് റേസ് ടു പി റേസ് ടു എൻ മൈനസ് എക്സ് എന്ന് പറയുന്ന പോളിനോമിയലിന്റെ റൂട്ടുകളായിരിക്കും. അപ്പൊ ഇവിടെ പി റേസ് ടു ആർ ആണ് എഫിന്റെ ഓർഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഫ് കണ്ടെയ്ൻസ് ദ സീറോസ് ഓഫ് എക്സ് റേസ് ടു പി റേസ് ടു ആർ മൈനസ് എക്സ്. എക്സ് റേസ് ടു പി റേസ് ടു ആർ മൈനസ് എക്സിന്റെ റൂട്ടുകളായിരിക്കും, അല്ലെങ്കിൽ സീറോസ് ആയിരിക്കും എഫിൽ ഉണ്ടാവുക.
സോ ലെറ്റ് ആൽഫ ബിലോങ്സ് ടു എഫ്. എഫിലെ ഒരു എലമെന്റ് എടുക്കുന്നു. നമ്മൾ എഫ് കെയുടെ സബ് ഫീൽഡ് ആണെന്നാണ് പ്രൂവ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ എഫിലെ ഒരു എലമെന്റ് എടുത്തിട്ട് കെയിലുണ്ടെന്ന് പ്രൂവ് ചെയ്താൽ മതി. ആൽഫ ബിലോങ്സ് ടു എഫ് എടുത്തു. ആൽഫ എഫിലുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പോളിനോമിയലിന്റെ റൂട്ടാണ് ആൽഫ എന്നാണ് അർത്ഥം. which implies alpha raised to p raised to r minus alpha equal to 0 അല്ലെങ്കിൽ alpha raised to p raised to r equal to alpha. ഇത്രയും നമ്മുടെ കയ്യിലുണ്ട്. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ആൽഫ എന്ന് പറയുന്നത് കെയിലെ ഒരു എലമെന്റ് ആണ്, അല്ലെങ്കിൽ ആൽഫ എക്സ് റേസ് ടു പി റേസ് ടു ആർ എൻ മൈനസ് എക്സ് എന്ന് പറയുന്ന പോളിനോമിയലിന്റെ ഒരു റൂട്ടാണ്, ഒരു 0 ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. സോ അതെങ്ങനെയാ പ്രൂവ് ചെയ്യാൻ നോക്കാം. നമുക്ക് ആൽഫ റേസ് ടു പി റേസ് ടു ആർ എൻ കൺസിഡർ ചെയ്യാം. പി റേസ് ടു ആർ ഇൻറ്റു എസിനെ നമുക്ക് വേണമെങ്കിൽ പി റേസ് ടു ആർ ഇൻറ്റു 1 പ്ലസ് ആർ ഇൻറ്റു എസ് മൈനസ് 1 എന്ന് എഴുതാം. കാരണം ഇവിടെ നിന്ന് നമ്മൾ പി ഇൻറ്റു ആർ കോമൺ ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ 1 പ്ലസ് എസ് മൈനസ് 1 ദാറ്റ് ഈസ് പി റേസ് ടു ആർ എസ് എന്ന് തന്നെ കിട്ടും. സോ പി റേസ് ടു ആർ എസിനെ പി റേസ് ടു ആർ ഇൻറ്റു 1 പ്ലസ് ആർ ഇൻറ്റു എസ് മൈനസ് 1 എന്ന് എഴുതാം. വിച്ച് ഇസ് ഈക്വൽ ടു പി റേസ് ടു ആർ ഇൻറ്റു പി റേസ് ടു ആർ ഇൻറ്റു എസ് മൈനസ് 1. ഇങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും. സോ അത് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ദിസ് ഇസ് ഈക്വൽ ടു ആൽഫ റേസ് ടു പി റേസ് ടു ആർ റേസ് ടു എന്നിനെ പി റേസ് ടു ആർ ഇൻറ്റു പി റേസ് ടു ആർ ഇൻറ്റു ഇവിടെ എൻ ആണ്, സോ എൻ മൈനസ് 1 എന്ന് നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും. സോ ദിസ് ഇസ് ഈക്വൽ ടു ഇതിനെ വീണ്ടും പി റേസ് ആൽഫ റേസ് ടു പി റേസ് ടു ആർ ഹോൾ റേസ് ടു പി റേസ് ടു ആർ ഇൻറ്റു എൻ മൈനസ് 1 എന്ന് എഴുതാം. ഇനി ഇവിടെ നോക്കുക, ആൽഫ റേസ് ടു പി റേസ് ടു ആർ, ആൽഫ റേസ് ടു പി റേസ് ടു ആർ ഈക്വൽ ടു ആൽഫയാണ്. സോ ദിസ് ഇസ് ഈക്വൽ ടു ആൽഫ റേസ് ടു പി റേസ് ടു ആർ ഇൻറ്റു എൻ മൈനസ് 1. ഇനി നമ്മൾ സെയിം പ്രൊസീജിയർ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്. ഇതിനെ വീണ്ടും ആൽഫ റേസ് ടു പി റേസ് ടു ആർ ഇൻറ്റു പി റേസ് ടു ആർ ഇൻറ്റു എൻ മൈനസ് 2 എന്ന് എഴുതാം. സോ ദിസ് ഇസ് ഈക്വൽ ടു ആൽഫ റേസ് ടു പി റേസ് ടു ആർ ഹോൾ റേസ് ടു ആർ ഇൻറ്റു എൻ മൈനസ് 2. ഇത് ആൽഫയായി മാറും. സോ ദിസ് ഇസ് ഈക്വൽ ടു ആൽഫ റേസ് ടു പി റേസ് ഇവിടെ പി ഉണ്ട്, ആൽഫ റേസ് ടു പി റേസ് ടു ആർ ഇൻറ്റു എൻ മൈനസ് 2. കണ്ടിന്യൂയിങ് ലൈക്ക് ദിസ് നമ്മൾ ഇതുപോലെ കൂടുതൽ കുറേ ചെയ്ത് അവസാനം ദിസ് ഇസ് ഈക്വൽ ടു ആൽഫ എന്ന് കിട്ടും. ദാറ്റ് ഈസ് ആൽഫ റേസ് ടു പി റേസ് ടു ആർ എൻ ഈസ് ഈക്വൽ ടു ആൽഫ, അല്ലെങ്കിൽ ആൽഫ റേസ് ടു പി റേസ് ടു ആർ എൻ മൈനസ് ആൽഫ ഈക്വൽ ടു 0, വിച്ച് മീൻസ് ആൽഫ ഈസ് എ 0 ഓഫ് എക്സ് റേസ് ടു പി റേസ് ടു ആർ എൻ മൈനസ് എക്സ് എന്ന് പറയുന്ന പോളിനോമിയലിന്റെ ഒരു 0 ആണ് ആൽഫ, വിച്ച് മീൻസ് ആൽഫ ബിലോങ്സ് ടു കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൽഫ എഫിലുണ്ടെന്ന് നമ്മൾ എടുത്തു, ആൽഫ കെയിലുണ്ടെന്ന് പ്രൂവ് ചെയ്തു, വിച്ച് ഇംപ്ലൈസ് എഫ് ഇസ് എ സബ് ഫീൽഡ് ഓഫ് കെ. എഫ് കെയുടെ സബ് ഫീൽഡ് ആണെന്ന് എടുത്തു. എഫിലെ നമ്പർ ഓഫ് എലമെന്റ്സ് എന്ന് പറയുന്നത് പി റേസ് ടു ആർ ആണ്, ആൻഡ് കെയിലെ നമ്പർ ഓഫ് എലമെന്റ്സ് എന്ന് പറയുന്നത് ആൽഫ റേസ് ടു എക്സ് റേസ് ടു പി റേസ് ടു ആർ എൻ മൈനസ് എക്സിന്റെ റൂട്ടുകളാണ്. സോ കെയിലെ നമ്പർ ഓഫ് എലമെന്റ്സ് പി റേസ് ടു ആർ എൻ ആണ്, വിച്ച് മീൻസ് ഡിഗ്രി ഓഫ് കെ ഓവർ എഫ് എന്ന് പറയുന്നത് എൻ ആണ്. കാരണം നമ്മൾ ആദ്യം ഈ സെക്ഷനിൽ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു എഫിന്റെ ഓർഡർ ക്യൂവും ഇയുടെ ഡിഗ്രി ഓവർ എഫ് ഡിഗ്രി ഓഫ് ഇ ഓവർ എഫ് എന്നും ആണെങ്കിൽ ഇയുടെ ഓർഡർ ക്യൂ റേസ് ടു എൻ ആയിരിക്കും. അതേപോലെ എഫിന്റെ ഓർഡർ ക്യൂവും ഇയുടെ ഓർഡർ ക്യൂ റേസ് ടു എന്നും ആണെങ്കിൽ ഇ ഓവർ എഫ് ഡിഗ്രി ഓഫ് ഇ ഓവർ എഫ് എന്ന് പറയുന്നത് എൻ ആയിരിക്കും. അതാണ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. കാരണം എഫിന്റെ ഓർഡർ ഇവിടെ എഫിന്റെ ഓർഡർ പി റേസ് ടു ആറും കെയുടെ ഓർഡർ പി റേസ് ടു ആർ എന്നും ആണ്, അല്ലെങ്കിൽ പി റേസ് ടു ആർ ഹോൾ റേസ് ടു എൻ ആണ്. സോ ഡിഗ്രി ഓഫ് കെ ഓവർ എഫ് ഇസ് ഈക്വൽ ടു എൻ. അപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്നത് കെ ഈസ് എ ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ ഓഫ് എഫ്. കെ ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ ആണെങ്കിൽ നമ്മൾ കുറച്ച് മുന്നേ പഠിച്ചിട്ടുണ്ട് ഒരു ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ ഓഫ് എ ഫൈനൈറ്റ് ഫീൽഡ് എന്ന് പറയുന്ന ഒരു സിമ്പിൾ എക്സ്റ്റൻഷൻ ആണെന്ന്. സോ കെ ഈസ് എ സിമ്പിൾ എക്സ്റ്റൻഷൻ ഓഫ് എഫ്.
K is a simple extension of f means K is equal to f of beta for some beta belongs to K. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തുടങ്ങിയത് ഇങ്ങനെയായിരുന്നു. ബീറ്റ എന്ന് പറയുന്നത് കെയിലെ ഒരു എലമെന്റ് ആണ്, സച്ച് ദാറ്റ് ഇറഡ്യൂസിബിൾ പോളിനോമിയൽ ഓഫ് ബീറ്റ ഓവർ എഫ് ഇസ് ഈക്വൽ ടു എൻ. അങ്ങനെയാണ് നമ്മൾ ബീറ്റ എടുത്തു തുടങ്ങിയത് ആദ്യം എക്സ്റ്റൻഷൻ ഫീൽഡ് പഠിച്ച സമയത്ത്. വിച്ച് മീൻസ് ദർ എക്സിസ്റ്റ് ആൻ ഇറഡ്യൂസിബിൾ പോളിനോമിയൽ ഓഫ് ബീറ്റ ഓവർ എഫ് വിത്ത് ഡിഗ്രി n in f of x. അപ്പൊ എഫ് ഓഫ് എക്സിനകത്ത് n ഡിഗ്രി ആയിട്ടുള്ള ഒരു ഇറഡ്യൂസിബിൾ പോളിനോമിയൽ ഉണ്ട് എന്ന് നമുക്ക് കിട്ടി. അപ്പൊ ഏതൊരു n എടുത്തിട്ടുണ്ടെങ്കിലും ഒരു ഇറഡ്യൂസിബിൾ പോളിനോമിയൽ ഉണ്ട് ഇൻ എഫ് ഓഫ് എക്സ് വിത്ത് ഡിഗ്രി n എന്ന് നമുക്ക് കിട്ടി. അതാണ് ഇവിടുത്തെ കൊറോളറി ആയിട്ട് വരുന്നത്. ഇനി നമ്മൾ നെക്സ്റ്റ് തിയറം പറയുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞു ഏതൊരു പി റൈസ് ടു n എടുത്താലും ആ പി റൈസ് ടു n ഓർഡർ ആയിട്ടുള്ള ഒരു ഫീൽഡ് ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ പ്രൂവ് ചെയ്യാൻ വേണ്ടി പോകുന്നത്, അങ്ങനെ ഒരുപാട് ഫീൽഡ് ഉണ്ടെന്ന് വിചാരിക്കുക, ആ ഫീൽഡുകളെല്ലാം ഐസോമോർഫിക് ആയിരിക്കും, അല്ലെങ്കിൽ അപ് ടു ഐസോമോർഫിസം പി റൈസ് ടു n ഓർഡർ ഉള്ള ഒരൊറ്റ ഫീൽഡ് മാത്രമേ ഉള്ളൂ എന്നാണ് നമ്മൾ ഇനി പ്രൂവ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. So let P be a prime and n be a positive integer. If E and E dash are fields of order P raised to n, then E is isomorphic to E dash. ഏത് P raised to n ഓർഡർ ഉള്ള ഏത് രണ്ട് ഫീൽഡുകൾ എടുത്താലും അവ ഐസോമോർഫിക് ആയിരിക്കും എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ക്യാരക്ടറിസ്റ്റിക് ഓഫ് E and E dash are P. കാരണം ഓർഡർ P raised to n ആയതുകൊണ്ട് ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത് ഇയുടെയും ഇ ഡാഷിന്റെയും പി തന്നെയായിരിക്കും. വിച്ച് മീൻസ് സെറ്റ് പി ഇസ് എ സബ് ഫീൽഡ് ഓഫ് ബോത്ത് ഇ ആൻഡ് ഇ ഡാഷ്. കാരണം നമ്മൾ ആദ്യം ഫൗണ്ടേഷൻ പറഞ്ഞ സമയത്ത്, ഫൗണ്ടേഷൻ ഓഫ് ഫീൽഡ് പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്യാരക്ടറിസ്റ്റിക് പി ആയിട്ടുണ്ട് ഉള്ള ഒരു ഫീൽഡിൽ സെറ്റ് പിനോട് ഐസോമോർഫിക് ആയിട്ടുള്ള ഒരു സബ് ഫീൽഡ് ഉണ്ടായിരിക്കും. ഇനി ക്യാരക്ടറിസ്റ്റിക് 0 ആണെന്നുണ്ടെങ്കിൽ അവിടെ ക്യൂ ആയിരിക്കും എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ സെറ്റ് പി എന്ന് പറയുന്നത് അപ് ടു ഐസോമോർഫിസം ആണ്. സെറ്റ് പി എന്ന് പറയുന്നത് ഇയുടെയും അതേപോലെ ഇ ഡാഷിന്റെയും ഒരു സബ് ഫീൽഡ് ആയിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അങ്ങനെയാണെങ്കിൽ ഇയുടെ ഓർഡർ പി റൈസ് ടു n ആണ്, സെറ്റ് പിയുടെ ഓർഡർ പി ആണ്, ആൻഡ് സെറ്റ് പി ഇസ് എ സബ് ഫീൽഡ് ഓഫ് ഇ. വിച്ച് മീൻസ് ഇ എന്ന് പറയുന്നത് സെറ്റ് പിയുടെ ഒരു ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ ആണ്. ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ ആണെങ്കിൽ സിമ്പിൾ എക്സ്റ്റൻഷൻ ആയിരിക്കും. സോ ഇ ഈസ് എ സിമ്പിൾ എക്സ്റ്റൻഷൻ ഓഫ് സെറ്റ് പി. സെറ്റ് പിയുടെ ഒരു സിമ്പിൾ എക്സ്റ്റൻഷൻ ആണ് ഇ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ക്രോണക്കേഴ്സ് തിയറം പറഞ്ഞ സ്ഥലത്തേക്ക് പോവാം. ക്രോണക്കേഴ്സ് തിയറത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സെറ്റ് പി എഫ് എന്ന് പറഞ്ഞൊരു ഫീൽഡ്, ജനറൽ ആയിട്ട് എഫ് എന്ന് പറഞ്ഞൊരു ഫീൽഡ് നമ്മൾ എടുക്കുന്നു. ഇപ്പൊ എഫ് എന്ന് പറഞ്ഞൊരു ഫീൽഡ്, അതിലൊരു പോളിനോമിയൽ, ഒരു ഇറഡ്യൂസിബിൾ പോളിനോമിയൽ എടുത്തു എഫ് ഓഫ് എക്സ്. അങ്ങനെയാണെങ്കിൽ ഐഡിയൽ ജനറേറ്റഡ് ബൈ എഫ് ഓഫ് എക്സ് എടുക്കുന്നു. ദെൻ എഫ് ഓഫ് എക്സ് ഓവർ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഈ ഒരു ഫാക്ടർ ഗ്രൂപ്പ്, ഈ ഫാക്ടർ ഗ്രൂപ്പ് എഫിന്റെ ഒരു എക്സ്റ്റൻഷൻ ഫീൽഡ് ആയിരിക്കും എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു സിമ്പിൾ എക്സ്റ്റൻഷൻ ഫീൽഡ് ആയിരിക്കും എന്നാണ് നമ്മൾ ക്രോണക്കേഴ്സ് തിയറത്തിൽ പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ നമുക്ക് കിട്ടിയേക്കുന്നത് ഇയുടെ ഒരു സിമ്പിൾ എക്സ്റ്റൻഷൻ ആണ് സെറ്റ് പി. മാത്രമല്ല ഡിഗ്രി ഓഫ് ഇ ഓവർ സെറ്റ് പി എന്ന് പറയുന്നത് എന്നും ആണ്. കാരണം സെറ്റ് പിയുടെ ഓർഡർ പിയും ഇയുടെ ഓർഡർ പി റേസ് ടു n ആണ്. സോ ദർ എക്സിസ്റ്റ് ആൻ ഇറഡ്യൂസിബിൾ പോളിനോമിയൽ എഫ് ഓഫ് എക്സ് ഇൻ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ്. ഇവിടെ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സിന് പകരം സെറ്റ് പി ഓഫ് എക്സ് വരും. സെറ്റ് പി ഓഫ് എക്സ്, സെറ്റ് പി ഓഫ് എക്സിൽ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞൊരു പോളിനോമിയൽ ഉണ്ടാവും വിത്ത് ഡിഗ്രി n. അപ്പൊ നമ്മൾ അവിടെ എക്സ്റ്റൻഷൻ ഫീൽഡ് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത് സെറ്റ് പി ഓഫ് എക്സ് ഓവർ ഐഡിയൽ ജനറേറ്റഡ് ബൈ എഫ് ഓഫ് എക്സ് ആണ്. വിച്ച് മീൻസ് ഇ ഈസ് ഐസോമോർഫിക് ടു ദിസ് ഫീൽഡ്. കാരണം ഇ ഇതിന്റെ ഒരു സിമ്പിൾ എക്സ്റ്റൻഷൻ ആണ് വിത്ത് ഡിഗ്രി n. ഈ സെറ്റ് പി ഓവർ എക്സ് ഓവർ സെറ്റ് പി ഓഫ് എക്സ് ഓവർ എഫ് ഓഫ് എക്സ് ഐഡിയൽ ജനറേറ്റഡ് ബൈ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നതും അഗെയിൻ ഒരു സിമ്പിൾ എക്സ്റ്റൻഷൻ ഓഫ് സെറ്റ് പി വിത്ത്
ഡിഗ്രി n ആണ്. സോ ഇത് രണ്ടും ഐസോമോർഫിക് ആയിരിക്കും എന്ന് നമുക്ക് പറയാം. അപ്പൊ ഇന്റെ പ്രോപ്പർട്ടീസ്, സ്ട്രക്ചറൽ പ്രോപ്പർട്ടീസ് എല്ലാം ഈ ഒരു ഫീൽഡും സാറ്റിസ്ഫൈ ചെയ്യും. ഇനി ഇയിലെ എലമെന്റ്സ് ഓഫ് ഇ are the zeros of x raised to p raised to n minus x. ഈ ഒരു പോളിനോമിയലിന്റെ സീറോസ് ആണ് ഇയിലെ എലമെന്റ്സ്. നമ്മൾ ക്രോണക്കസ് തിയറം പറഞ്ഞ സമയത്ത് നമ്മൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, എഫ് ഓഫ് എക്സിന്റെ റൂട്ട് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. എഫ് ഓഫ് എക്സിന്റെ റൂട്ട് 0 എന്ന് പറയുന്നത് ആൽഫ ഈക്വൽ ടു എക്സ് പ്ലസ് ഐഡിയൽ ജനറേറ്റഡ് ബൈ എഫ് ഓഫ് എക്സ് ആയിട്ട് എടുത്തിട്ട് റൂട്ടാണ്, എഫ് ഓഫ് എക്സിന്റെ റൂട്ടാണ് ആൽഫ എന്ന് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫീൽഡിൽ സെഡ് പി ഓഫ് എക്സ് ഓവർ എഫ് ഓഫ് എക്സിന്റെ അകത്ത് എഫ് ഓഫ് എക്സിന്റെ റൂട്ടുകൾ ഉണ്ട്. ദാറ്റ് ഈസ് സെഡ് പി ഓഫ് എക്സ് ഓവർ ഐഡിയൽ ജനറേറ്റഡ് ബൈ എഫ് ഓഫ് എക്സ് ഹാസ് സീറോസ് ഓഫ് എഫ് ഓഫ് എക്സ്. ഇത് രണ്ടും ഐസോമോർഫിക്കലി ഈക്വൽ ആയിട്ട് നമുക്ക് കാണാവുന്നതാണ്. ഇവിടെയുള്ള എല്ലാ എലമെന്റ്സും എക്സ് റേസ് ടു പി റേസ് ടു എൻ മൈനസ് എക്സിന്റെ റൂട്ടുകളാണ്. ഇവിടെ കുറച്ച് എഫ് ഓഫ് എക്സിന്റെ റൂട്ടുകൾ ഉണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈനകത്ത് എഫ് ഓഫ് എക്സിന്റെ റൂട്ടുകൾ ഉണ്ട് എന്ന് നമുക്ക് പറയാം. ദാറ്റ് ഈസ് ഇ ഹാസ് സീറോസ് ഓഫ് എഫ് ഓഫ് എക്സ്. എക്സ് റേസ് ടു പി റേസ് ടു എൻ മൈനസ് എക്സ് എന്ന് പറയുന്ന പോളിനോമിയലിന്റെ സീറോസിൽ കുറച്ച് സീറോസ് എഫ് ഓഫ് എക്സിന്റെയും സീറോസ് ആണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എഫ് ഓഫ് എക്സ് ഈസ് എ ഫാക്ടർ ഓഫ് എക്സ് റേസ് ടു പി റേസ് ടു എൻ മൈനസ് എക്സ്. കാരണം എഫ് ഓഫ് എക്സിന്റെ റൂട്ടുകൾ ഇതിന്റെയും റൂട്ടാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഫ് ഓഫ് എക്സ് വെച്ചിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റണം. എന്നാൽ മാത്രമേ എഫ് ഓഫ് എക്സിന്റെ റൂട്ടുകളെല്ലാം ഈ ഒരു പോളിനോമിയലിന്റെ റൂട്ട് ആവുള്ളൂ. സോ എഫ് ഓഫ് എക്സ് ഈസ് എ ഫാക്ടർ ഓഫ് എക്സ് റേസ് ടു പി റേസ് ടു എൻ മൈനസ് എക്സ് എന്ന് നമുക്ക് കിട്ടും. അപ്പൊ ഈനെ പറ്റിയിട്ട് നമുക്ക് ഇത്രയും കാര്യങ്ങൾ കിട്ടി. ഇനി ഇ ഡാഷ് നോക്കുക. ഇ ഡാഷിന്റെയും നമ്പർ ഓഫ് എലമെന്റ്സ് അല്ലെങ്കിൽ ഓർഡർ എന്ന് പറയുന്നത് പി റേസ് ടു എൻ ആണ്. സോ ഇ ഡാഷ് ഓൾസോ കൺസിസ്റ്റ് ഓഫ്, അതിലും ഇതേ പോളിനോമിയലിന്റെ റൂട്ട്സ് ആണ് ഉണ്ടാവുക, ഓൾസോ കൺസിസ്റ്റ് ഓഫ് സീറോസ് ഓഫ് എക്സ് റേസ് ടു പി റേസ് ടു എൻ മൈനസ് എക്സ്. ഈ പോളിനോമിയലിന്റെ സീറോസ് തന്നെയാണ് ഇ ഡാഷിലും കിടക്കുന്നത്. ഈ പോളിനോമിയലിന്റെ സീറോസ് തന്നെയാണ് ഇ ഡാഷിലും കിടക്കുന്നത് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് ഈ പോളിനോമിയലിന്റെ ഒരു ഫാക്ടർ ആണ്. സോ എഫ് ഓഫ് എക്സിന്റെ റൂട്ടുകൾ ഇ ഡാഷിൽ ഉണ്ടാവും. റൂട്ട്സ് സിൻസ് എഫ് ഓഫ് എക്സ് ഈസ് എ ഫാക്ടർ ഓഫ് എക്സ് റേസ് ടു പി റേസ് ടു എൻ മൈനസ് എക്സ്, സീറോസ് ഓഫ് എഫ് ഓഫ് എക്സ് ഈസ് ഇൻ ഇ ഡാഷ്. അപ്പൊ ഇ ഡാഷിനകത്ത് എഫ് ഓഫ് എക്സിന്റെ സീറോസ് ഉണ്ട്. ഇ ഡാഷിന്റെ നമ്പർ ഓഫ് എലമെന്റ്സ് പി റേസ് ടു എൻ ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇ ഡാഷും ഐസോമോർഫിക് ടു സെഡ് പി ഓഫ് എക്സ് ഓവർ എഫ് ഓഫ് എക്സ് ആണെന്ന് കിട്ടും. കാരണം ഇവിടെ സെയിം പോളിനോമിയലിന്റെ റൂട്ടുകളാണ് ഇവിടെ നേരത്തെ ഇയിൽ ഉണ്ടായിരുന്ന അതേ പോളിനോമിയലിന്റെ റൂട്ടുകൾ തന്നെയാണ് ഇ ഡാഷിലുള്ളത്. അപ്പൊ നമ്പർ ഓഫ് എലമെന്റ്സ് പി റേസ് ടു എൻ തന്നെയാണ്. സോ ഇ ഡാഷ് ഈസ് ഓൾസോ ഐസോമോർഫിക് ടു സെഡ് പി ഓഫ് എക്സ് ഓവർ എഫ് ഓഫ് എക്സ്. നമ്മൾ ഈ ഒരു കണ്ടീഷൻ, അതായത് എഫ് ഓഫ് എക്സിന്റെ റൂട്ടുകൾ ഇ ഡാഷിൽ ഉണ്ട് എന്ന് പറയുന്നതിന്റെ പ്രസക്തി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്രേ പറയാൻ പറ്റുള്ളൂ. നോർമൽ കണ്ടീഷനിൽ നമുക്ക് ഇത്രേ പറയാൻ പറ്റുള്ളൂ, ഇ ഡാഷ് ഈസ് ഐസോമോർഫിക് ടു സം സെഡ് പി ഓഫ് എക്സ് ഓവർ സം ജി ഓഫ് എക്സ് വെർ ജി ഓഫ് എക്സ് ഇസ് ആൻ ഇറഡ്യൂസിബിൾ പോളിനോമിയൽ ഓഫ് ഡിഗ്രി എൻ. ഇത്രേ നമുക്ക് പറയാൻ പറ്റുമായിരുന്നുള്ളൂ. പക്ഷെ ഈ ഒരു എക്സ്ട്രാ കണ്ടീഷൻ സീറോസ് ഓഫ് എഫ് ഓഫ് എക്സ് ഇതിലുണ്ട് എന്ന് പറയുന്നതോടെ നമുക്ക് ഈ പോളിനോമിയൽ ജി ഓഫ് എക്സ് എന്ന് പറയുന്ന പോളിനോമിയൽ എഫ് ഓഫ് എക്സ് തന്നെയാണ് എന്ന് പറയാൻ വേണ്ടി പറ്റും. സോ ഇ ഡാഷ് ഇതും ഇതിനോട് ഐസോമോർഫിക് ആണ്, ഇയും ഐസോമോർഫിക് ആണ്. സോ ഫൈനലി ഇ ഈസ് ഐസോമോർഫിക് ടു ഇ ഡാഷ് എന്ന് കിട്ടും. ഏതൊരു പോളിനോമിയൽ വിത്ത് ഓർഡർ പി റേസ് ടു എൻ, ഏതൊരു ഫീൽഡ് വിത്ത് ഓർഡർ പി റേസ് ടു എൻ എടുത്തിട്ടുണ്ടെങ്കിലും അത് ഐസോമോർഫിക് ആയിരിക്കും. അല്ലെങ്കിൽ അപ് ടു ഐസോമോർഫിസം ഒരൊറ്റ ഫൈനൈറ്റ് ഫീൽഡേ ഉള്ളൂ വിത്ത് ഓർഡർ പി റേസ് ടു എൻ എന്ന് പറയാൻ വേണ്ടി പറ്റും. ഫൈനൈറ്റ് ഫീൽഡ്സ് എന്ന് പറയുന്ന സെക്ഷനിൽ ഇത്രയാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത്. ഇനി നമുക്ക് നെക്സ്റ്റ് സെക്ഷൻ തുടങ്ങുന്നത് ഓട്ടോമോർഫിസംസ് ഓഫ് ഫീൽഡ്സ് ആണ്. ഇവിടെ നമുക്ക് ആദ്യമായിട്ട് വരുന്ന ഒരു ഡെഫിനിഷൻ കോൺജുഗേറ്റ് എന്ന് പറയുന്ന ഡെഫിനിഷൻ ആണ്.
ഇ എന്ന് പറയുന്ന ഒരു ഓൾജിബ്രൈക് എക്സ്റ്റൻഷൻ ഓഫ് എഫ് ഉണ്ട്. എഫ് ഒരു ഫീൽഡാണ്, എഫിന്റെ ഒരു ഓൾജിബ്രൈക് എക്സ്റ്റൻഷൻ ആണ് ഇ. അങ്ങനെയാണെങ്കിൽ ആൽഫ കോമ ബീറ്റ ബിലോങ്സ് ടു ഇ. രണ്ട് എലമെന്റ്സ് ഇയിലെ എക്സ്റ്റൻഷൻ ഫീൽഡിലെ രണ്ട് എലമെന്റ്സ് കോൺജുഗേറ്റ് ഓവർ എഫ് ആണ് എന്ന് പറയണമെങ്കിൽ ഇറഡ്യൂസിബിൾ പോളിനോമിയൽ ഓഫ് ആൽഫ ഓവർ എഫ് ആൻഡ് ഇറഡ്യൂസിബിൾ പോളിനോമിയൽ ഓഫ് ബീറ്റ ഓവർ എഫ്, ഇത് രണ്ടും ഈക്വൽ ആയിരിക്കണം. ഇത് എഫ് ഓൾജിബ്രൈക് എക്സ്റ്റൻഷൻ ആയതുകൊണ്ട് തന്നെ ഈ ഓൾജിബ്രൈക് എക്സ്റ്റൻഷൻ ആയതുകൊണ്ട് തന്നെ ഇയിലെ ഏത് എലമെന്റ് എടുത്തിട്ടുണ്ടെങ്കിലും ഒരു ഇറഡ്യൂസിബിൾ പോളിനോമിയൽ ഉണ്ടാവും ഓവർ എഫ്. സോ ആ രണ്ട് ഇറഡ്യൂസിബിൾ പോളിനോമിയൽസും ഈക്വൽ ആണെങ്കിൽ നമുക്ക് ആൽഫയും ബീറ്റയും കോൺജുഗേറ്റ് ഓവർ എഫ് ആണെന്ന് പറയാം. അതായത് ആൽഫ ആൻഡ് ബീറ്റ ആർ സീറോസ് ഓഫ് ദ സെയിം ഇറഡ്യൂസിബിൾ പോളിനോമിയൽ ഓവർ എഫ്. അതിനെയാണ് നമ്മൾ കോൺജുഗേറ്റ് ഓവർ എഫ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഒരു തിയറം, ഈ തിയറത്തിന്റെ പേര് കോൺജുഗേഷൻ ഐസോമോർഫിസം എന്നാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ് പറയുന്നത്: ലെറ്റ് എഫ് ബി എ ഫീൽഡ് ആൻഡ് ലെറ്റ് ആൽഫ കോമ ബീറ്റ ബി algebraic over f with degree of alpha over f is equal to n. ആൽഫയും ബീറ്റയും ഓൾജിബ്രേക്ക് ഓവർ എഫ് ആയിട്ടുള്ള രണ്ട് എലമെന്റ്സ് ആണ്. അതിൽ ആൽഫയുടെ ഡിഗ്രി, അതായത് ഇറഡ്യൂസിബിൾ പോളിനോമിയൽ ഓഫ് ആൽഫ ഓവർ എഫിന്റെ ഡിഗ്രി എന്ന് പറയുന്നത് n ആണെന്ന് വിചാരിക്കുക. അപ്പൊ നമ്മളൊരു മാപ്പ് ഡിഫൈൻ ചെയ്തിരിക്കുന്നു, സൈ ആൽഫ ബീറ്റ ഫ്രം എഫ് ഓഫ് ആൽഫ ടു എഫ് ഓഫ് ബീറ്റ. എഫ് ഓഫ് ആൽഫ എന്ന് പറയുന്ന സിമ്പിൾ എക്സ്റ്റൻഷൻ കണ്ടെയ്നിങ് ആൽഫയാണ്. അതേപോലെ എഫ് ഓഫ് ബീറ്റ എന്ന് പറയുന്ന സിമ്പിൾ എക്സ്റ്റൻഷൻ കണ്ടെയ്നിങ് ബീറ്റയാണ്. മാപ്പ് ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്: സൈ ഓഫ് ആൽഫ കോമ ബീറ്റ ഇസ് ഈക്വൽ ടു സി നോട്ട് പ്ലസ് സി ഐ ആൽഫ പ്ലസ് എക്സെട്ര സി, ഇവിടെ സി ഐ അല്ല C1 ആണ്, C1 ആൽഫ പ്ലസ് എക്സെട്ര സി എൻ മൈനസ് വൺ ആൽഫ റേസ് ടു എൻ മൈനസ് വൺ ഇസ് ഈക്വൽ ടു സി നോട്ട് പ്ലസ് C1 ബീറ്റ പ്ലസ് എക്സെട്ര സി എൻ മൈനസ് വൺ ബീറ്റ റേസ് ടു എൻ മൈനസ് വൺ. നമ്മൾ സാധാരണ ഇവാലുവേഷൻ ഹോമോമോർഫിസത്തിന്റെ അകത്ത് എക്സിന് പകരം ആൽഫ കൊടുക്കുന്നതിന് പകരം ഇവിടെ കൊടുത്തിരിക്കുന്നത് ആൽഫയ്ക്ക് പകരം ബീറ്റ കൊടുത്തിരിക്കുന്നു. ഓഫ് ഫോർ സി ഐ ബിലോങ്സ് ടു എഫ്. സി ഐ എന്ന് പറയുന്ന സ്കേലാറുകൾ ഫീൽഡിൽ എലമെന്റ്സ് ആണ്. ഈ മാപ്പ് സൈ ഓഫ് ആൽഫ ബീറ്റ എന്ന് പറയുന്ന ഈ മാപ്പ് ഈസ് ആൻ ഐസോമോർഫിസം ഓഫ് എഫ് ഓഫ് ആൽഫ ഓൺ ടു എഫ് ഓഫ് ബീറ്റ. ഇതൊരു ഐസോമോർഫിസം ആണെങ്കിൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷൻ ആൽഫ ആൻഡ് ബീറ്റ ആർ കോൺജുഗേറ്റ് ഓവർ എഫ്. എഫ് ഓഫ് ആൽഫയിൽ നിന്ന് എഫ് ഓഫ് ബീറ്റയിലേക്കുള്ള ഒരു ഐസോമോർഫിസം ആണ് സൈ ആൽഫ ബീറ്റ എന്നുണ്ടെങ്കിൽ ആൽഫയും ബീറ്റയും കോൺജുഗേറ്റ് ഓവർ എഫ് ആയിരിക്കും. നേരെ തിരിച്ചും ആൽഫയും ബീറ്റയും കോൺജുഗേറ്റ് ഓവർ എഫ് ആണെങ്കിൽ ഈ മാപ്പ് എന്ന് പറയുന്നത് ഒരു ഐസോമോർഫിസം ആയിരിക്കും. അപ്പൊ നമ്മൾ ഓരോ സൈഡുകളായിട്ട് പ്രൂവ് ചെയ്യണം. First, suppose psi alpha beta is an isomorphism. ഇത് ഐസോമോർഫിസം ആണ് എന്ന് അസ്യൂം ചെയ്യാം. psi alpha beta എന്ന് പറയുന്നത് ഒരു ഐസോമോർഫിസം ആണ്. അതിന്റെ ഡെഫിനിഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ഇനി ലെറ്റ് ആൽഫ ആൻഡ് ബീറ്റയും ഓൾജിബ്രേക്ക് ഓവർ എഫ് ആണ്. മാത്രമല്ല ഡിഗ്രി ഓഫ് ആൽഫ എഫ് എന്ന് പറയുന്നത് n ആണ്. So let irreducible polynomial of alpha over f is equal to a0 plus a1x plus a2x square plus etc. an x raised to n. ഇതാണ് irreducible polynomial of alpha over f എന്ന് വിചാരിക്കുക. Which means നമ്മൾ ഇവിടെ എക്സിന് പകരം ആൽഫ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 0 കിട്ടും, അല്ലെങ്കിൽ ആൽഫ ഈ ഒരു പോളിനോമിയലിന്റെ ഒരു 0 ആയിട്ടാണ് വരുന്നത്. നൗ കൺസിഡർ സൈ ആൽഫ ബീറ്റ ഓഫ് ദിസ് ഇറഡ്യൂസിബിൾ പോളിനോമിയൽ ഓഫ് ആൽഫ ഓവർ എഫ്, ദാറ്റ് ഇസ് a0 പ്ലസ് a1 ആൽഫ പ്ലസ് a2 ആൽഫ സ്ക്വയർ പ്ലസ് എക്സെട്ര an ആൽഫ റേസ് ടു n. ഇത് 0 ആണെന്ന് നമുക്കറിയാം, കാരണം ഇവിടെ എക്സിന് പകരം ആൽഫ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 0 കിട്ടും. കാരണം ഇത് ഇറഡ്യൂസിബിൾ പോളിനോമിയൽ ഓഫ് ആൽഫ ഓവർ എഫ് ആണ്. ആൽഫ ഇതിന്റെ ഒരു 0 ആണ്. സോ ഈ ബ്രാക്കറ്റിന്റെ ഉള്ളിലുള്ള പോളിനോമിയൽ 0 ആണെന്ന് നമുക്കറിയാം. സോ ദിസ് ഇസ് ഈക്വൽ ടു, അക്കോർഡിംഗ് ടു ഡെഫിനിഷൻ, a0 പ്ലസ് a1 ബീറ്റ പ്ലസ് a2 ബീറ്റ സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് an ബീറ്റ റേസ് ടു n. നൗ ഇത് 0 ആണ്. സൈ ആൽഫ ബീറ്റ ഒരു ഐസോമോർഫിസം ആണ്. സോ 0നെ 0യിലേക്കാണ് മാപ്പ് ചെയ്യുന്നത്. സോ ദിസ് ഇസ് ഈക്വൽ ടു 0. അപ്പൊ നമുക്ക് കിട്ടി ഈ ഒരു പോളിനോമിയലിനെ, ഇറഡ്യൂസിബിൾ പോളിനോമിയൽ ഓഫ് ആൽഫ ഓവർ എഫിന്റെ
0 ആണ് ബീറ്റ എന്ന് നമുക്ക് കിട്ടി. ബീറ്റ ഇതിന്റെ ഒരു റൂട്ടാണ്. നമുക്കതിനെ എഫ് ഓഫ് എക്സ് എന്ന് വിളിക്കാം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇറഡ്യൂസിബിൾ പോളിനോമിയൽ ഓഫ് ആൽഫ ഓവർ എഫ്. എഫ് ഓഫ് എക്സിന്റെ ഒരു റൂട്ടാണ് ബീറ്റ എന്ന് കിട്ടി. പക്ഷെ നമുക്ക് അറിയാവുന്ന ഒരു കാര്യം, ഇറഡ്യൂസിബിൾ പോളിനോമിയൽ ഓഫ് ബീറ്റ ഓവർ എഫ് എന്ന് പറയുന്നതാണ് മിനിമൽ പോളിനോമിയൽ വിത്ത് ബീറ്റ ആസ് 0. അപ്പൊ എഫ് ഓഫ് എക്സിന്റെയും 0 ആണ് ബീറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഈ പോളിനോമിയൽ എഫ് ഓഫ് എക്സിനെ ഡിവൈഡ് ചെയ്യും എന്നാണ്. മിനിമൽ അന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ പോളിനോമിയൽ ഇറഡ്യൂസിബിൾ പോളിനോമിയൽ ഓഫ് ബീറ്റ ഓവർ എഫ് ബാക്കിയുള്ള എല്ലാ പോളിനോമിയൽസിനെയും ജനറേറ്റ് ചെയ്യും, വിത്ത് ബീറ്റ ആസ് എ 0 ജനറേറ്റ് ചെയ്യും എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഇതേപോലെ തന്നെ നമ്മൾ സൈ ആൽഫ ബീറ്റ ഇൻവേഴ്സ്, അതായത് സൈ ബീറ്റ ആൽഫ കൺസിഡർ ചെയ്യാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ a0 പ്ലസ് a1 ബീറ്റ പ്ലസ് എക്സെട്ര an ബീറ്റ റേസ് ടു n ഈക്വൽ ടു, അതിന്റെ ഇമേജ് ആൽഫ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, ബീറ്റയ്ക്ക് പകരം ആൽഫ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇതേപോലെ നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഇറഡ്യൂസിബിൾ, ദിസ് മീൻസ് ഇറഡ്യൂസിബിൾ പോളിനോമിയൽ ഓഫ് ബീറ്റ ഓവർ എഫ് ഡിവൈഡ്സ് ഇറഡ്യൂസിബിൾ പോളിനോമിയൽ ഓഫ് ആൽഫ ഓവർ എഫ്. ഇതേപോലെ നമ്മൾ തിരിച്ച് കൺസിഡർ ചെയ്താൽ ദിസ് പോളിനോമിയൽ ഡിവൈഡ്സ് ഇറഡ്യൂസിബിൾ പോളിനോമിയൽ ഓഫ് ബീറ്റ ഓവർ എഫ് എന്ന് കിട്ടും. സോ സെയിം പ്രൊസീജിയർ ആണ്, അതുകൊണ്ടാണ് റിപ്പീറ്റ് ചെയ്യാത്തത്. സോ ദിസ് ഇസ് irreducible polynomial of alpha over f is equal to irreducible polynomial of beta over f എന്ന് കിട്ടും. അപ്പോൾ രണ്ട് പോളിനോമിയൽസും ഈക്വൽ ആണ്, വിച്ച് മീൻസ് ആൽഫ ആൻഡ് ബീറ്റ ആർ കോൺജുഗേറ്റ് ഓവർ എഫ്. അതായിരുന്നു നമുക്ക് ഒരു സൈഡ് പ്രൂവ് ചെയ്യാനുണ്ടായിരുന്നത്. ആ പ്രൂഫ് കഴിഞ്ഞു. ഇനി കോൺവേഴ്സ്ലി, സപ്പോസ് ആൽഫ ആൻഡ് ബീറ്റ ആർ കോൺജുഗേറ്റ് ഓവർ എഫ്. ആൽഫയും ബീറ്റയും കോൺജുഗേറ്റ് ഓവർ എഫ് ആണെന്ന് വിചാരിക്കുക. അതിന്റെ അർത്ഥം ഇറഡ്യൂസിബിൾ പോളിനോമിയൽ ഓഫ് ആൽഫ ഓവർ എഫ് ഇസ് ഈക്വൽ ടു ഇറഡ്യൂസിബിൾ പോളിനോമിയൽ ഓഫ് ബീറ്റ ഓവർ എഫ് ഇസ് ഈക്വൽ ടു സേ സം പി ഓഫ് എക്സ്. Now consider the evaluation homomorphism phi alpha from f of x to f of alpha. f of x ൽ നിന്ന് f of alpha യിലേക്കുള്ള ഇവാലുവേഷൻ ഹോമോമോർഫിസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ പി ഓഫ് എക്സ് ആണ് നമ്മുടെ പോളിനോമിയൽ എങ്കിൽ അത് ഇവാലുവേഷൻ ഹോമോമോർഫിസം കൊടുത്തിട്ടുണ്ടെങ്കിൽ പി ഓഫ് ആൽഫ ആവും, എക്സിന് പകരം ആൽഫ കിട്ടുന്നു. നമ്മൾ സാധാരണ ചെയ്യാറുള്ള ഇവാലുവേഷൻ ഹോമോമോർഫിസം ഇത് കൺസിഡർ ചെയ്യാം. ഇതിന്റെ കേർണൽ ഓഫ് ഫൈ ആൽഫ എന്ന് പറയുന്നത് ഇവിടെ 0 കിട്ടുന്ന എലമെന്റ്സ് ആണ്. ഇവിടെ 0 കിട്ടുന്ന എലമെന്റ്സ്, അതായത് ആൽഫ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 0 കിട്ടുന്ന എലമെന്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൽഫ റൂട്ടായിട്ട് വരുന്ന എഫ് ഓഫ് എക്സിലെ പോളിനോമിയൽസ് ആണ്. പോളിനോമിയൽസ് ഇൻ എഫ് ഓഫ് എക്സ് ഫോർ വിച്ച് ആൽഫ ഇസ് എ റൂട്ട്. ആൽഫ റൂട്ടായിട്ട് വരുന്ന എഫ് ഓഫ് എക്സിലെ പോളിനോമിയൽസ്. അത് എന്ന് പറയുന്നത് ഐഡിയൽ ജനറേറ്റഡ് ബൈ പി ഓഫ് എക്സ് ആണ്. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പി ഓഫ് എക്സ് എല്ലാ പോളിനോമിയൽസിനെയും ജനറേറ്റ് ചെയ്യും എന്ന് നമ്മൾ, അങ്ങനെ അത്തരത്തിലുള്ള എല്ലാ പോളിനോമിയൽസിനെയും ജനറേറ്റ് ചെയ്യും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സിമിലർലി ഫൈ ബീറ്റ ഫ്രം എഫ് ഓഫ് എക്സ് ടു എഫ് ഓഫ് ബീറ്റ കൺസിഡർ ചെയ്യാം. ഇതേപോലെ തന്നെ കേർണൽ ഓഫ് ഫൈ ബീറ്റ ഇസ് ഈക്വൽ ടു ഐഡിയൽ ജനറേറ്റഡ് ബൈ പി ഓഫ് എക്സ് എന്ന് കിട്ടും. Now, by fundamental theorem of homomorphism, എഫ് ഓഫ് എക്സിൽ നിന്ന് എഫ് ഓഫ് ആൽഫയിലേക്ക് നമ്മളൊരു ഫൈ ആൽഫ എന്ന് പറഞ്ഞൊരു മാപ്പ് ഉണ്ടാക്കുന്നു. ദെൻ എഫ് ഓഫ് എക്സ് ഓവർ ഐഡിയൽ ജനറേറ്റഡ് ബൈ പി ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ മ്യൂ എന്ന് പറഞ്ഞൊരു ഐസോമോർഫിസം ഉണ്ടാവും. ആൻഡ് അഗെയിൻ എഫ് ഓഫ് എക്സ് ഓവർ ഐഡിയൽ ജനറേറ്റഡ് ബൈ പി ഓഫ് എക്സിൽ നിന്ന് എഫ് ഓഫ് ആൽഫയിലേക്ക് ഗാമ എന്ന് പറഞ്ഞ അതൊരു ഐസോമോർഫിസം കൂടെ എക്സിസ്റ്റ് ചെയ്യും. നമ്മൾ ഫണ്ടമെന്റൽ തിയറം ഓഫ് ഹോമോമോർഫിസത്തിൽ പറഞ്ഞതാണ്. വിച്ച് മീൻസ് എഫ് ഓഫ് എക്സ് ഓവർ പി ഓഫ് എക്സിൽ നിന്ന് എഫ് ഓഫ് ആൽഫയിലേക്ക് ദർ എക്സിസ്റ്റ് ആൻ ഐസോമോർഫിസം. നമ്മൾ ആ ഐസോമോർഫിസത്തിനെ സൈ ആൽഫ എന്ന് വിളിക്കുന്നു. സിമിലർലി എഫ് ഓഫ് എക്സിൽ നിന്ന് എഫ് ഓഫ് എക്സ് ഓവർ പി ഓഫ് എക്സിൽ നിന്ന് ഐഡിയൽ ജനറേറ്റഡ് ബൈ പി ഓഫ് എക്സിൽ നിന്ന് എഫ് ഓഫ് ബീറ്റയിലേക്കുള്ള ഐസോമോർഫിസത്തിനെ നമ്മൾ സൈ ബീറ്റ എന്ന് വിളിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ട് ഐസോമോർഫിസംസ് കിട്ടി, സൈ ആൽഫ ആൻഡ് സൈ ബീറ്റ. നൗ ഡിഫൈൻ സൈ ആൽഫ ബീറ്റ ഇസ് ഈക്വൽ ടു സൈ ബീറ്റ ഓഫ് സൈ ആൽഫ ഇൻവേഴ്സ്, സൈ ബീറ്റ ഇൻറ്റു സൈ ആൽഫ ഇൻവേഴ്സ്. ഇതൊരു ഐസോമോർഫിസം ആണ്, ഇതൊരു ഐസോമോർഫിസം ആണ്. സോ ഇതിന്റെ ഇൻവേഴ്സ് അഗൈൻ ഒരു ഐസോമോർഫിസം ആണ്.
altogether psi alpha beta is an isomorphism. Psi alpha beta എന്ന് പറയുന്നത് ഒരു ഐസോമോർഫിസം ആയിരിക്കും. ഇനി നമ്മൾ ഇങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. എഫ് ഓഫ് എക്സിൽ നിന്ന് എഫ് ഓഫ് ആൽഫയിലേക്ക് ഫൈ ആൽഫ ആൻഡ് എഫ് ഓഫ് എക്സിൽ നിന്ന് എഫ് ഓഫ് ബീറ്റയിലേക്ക് ഫൈ ബീറ്റ. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് എക്സ് ഓവർ പി ഓഫ് എക്സിൽ നിന്ന് എഫ് ആൽഫയിലേക്ക് സൈ ആൽഫയും അതേപോലെ എഫ് ഓഫ് എക്സ് ഓവർ പി ഓഫ് എക്സിൽ നിന്ന് എഫ് ഓഫ് ബീറ്റയിലേക്ക് സൈ ബീറ്റയും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് psi alpha beta എന്ന് പറഞ്ഞിട്ട് psi alpha beta from f of alpha on to f of beta ഒരു ഐസോമോർഫിസം ഉണ്ട് എന്ന് കിട്ടി. ഇനി ബൈ ഡെഫിനിഷൻ നമുക്ക് തന്നേക്കുന്ന ഫോർമുല ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്നാണ് നോക്കേണ്ടത്. സോ psi alpha beta of let c0 plus c1 alpha plus f of alpha ഒരു എലമെന്റ് ആണ് നമ്മൾ എടുക്കേണ്ടത് etc plus c n minus 1 alpha raised to n minus 1 is equal to psi beta of psi alpha inverse of c0 plus c1 alpha plus etc c n minus 1 alpha raised to n minus 1. ഇനി ഈ ഹോമോമോർഫിസത്തിന്റെ ഈ ഐസോമോർഫിസത്തിന്റെ ഇൻവേഴ്സ് ഇമേജ് ആണ്. സോ ദിസ് ഇസ് ഈക്വൽ ടു psi beta of c0 plus c1 x plus etc plus cn minus 1 x raised to n minus 1 plus ideal generated by p of x. കാരണം ഇതിന്റെ പ്രീ ഇമേജ് കിടക്കുന്നത് എഫ് ഓഫ് എക്സ് ഓവർ ഐഡിയൽ ജനറേറ്റഡ് ബൈ പി ഓഫ് എക്സ് എന്ന് പറയുന്ന ഫീൽഡിലാണ് കിടക്കുന്നത്. സോ ഹിയർ ഇങ്ങനെയാണ് നമ്മുടെ പ്രീ ഇമേജ് വരുന്നത്. സോ ദിസ് ഇസ് ഈക്വൽ ടു അഗെയിൻ സൈ ബീറ്റ എന്ന് പറയുന്നത് ഈ ഫീൽഡിൽ നിന്നും എഫ് ഓഫ് ബീറ്റയിലേക്കുള്ള ഐസോമോർഫിസം ആണ്. സോ ദിസ് ഇസ് ഈക്വൽ ടു സി നോട്ട് പ്ലസ് സി വൺ ബീറ്റ പ്ലസ് എക്സെട്ര സി എൻ മൈനസ് വൺ ബീറ്റ റേസ് ടു എൻ മൈനസ് വൺ. സോ നമ്മുടെ ഡെഫിനിഷൻ സാറ്റിസ്ഫൈ ചെയ്തു. ഇതൊരു ഐസോമോർഫിസം ആണെന്ന് നമുക്ക് കിട്ടി. സോ രണ്ട് സൈഡും നമ്മൾ പ്രൂവ് ചെയ്തു. ആൽഫ ബീറ്റ കോൺജുഗേറ്റ് ഓവർ എഫ് ആണെങ്കിൽ സൈ ആൽഫ ബീറ്റ ഒരു ഐസോമോർഫിസം ആയിരിക്കും. ആൻഡ് സൈ ആൽഫ ബീറ്റ ഒരു ഐസോമോർഫിസം ആണെങ്കിൽ ആൽഫ ആൻഡ് ബീറ്റ കോൺജുഗേറ്റ് ആയിരിക്കും. രണ്ട് സൈഡും നമ്മൾ പ്രൂവ് ചെയ്തു. അപ്പോൾ ഇത്രയാണ് ഈ ഒരു സെക്ഷനിൽ വരുന്നത്. ഇനി കുറച്ച് കൊറോളറീസ് ആണുള്ളത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം.